ഹായ് മക്കളെ, ഏഗണിന്റെ USS ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. സാർ ഇന്ന് എടുക്കാൻ പോകുന്നത് മാത്സിലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പം എൻ്റെ പേര് അഖിൽ എന്നാണ് കേട്ടോ. നമുക്ക് പരിചയം ഉണ്ടാവും ഇല്ലല്ലോ? നമുക്കിതാ ഇപ്പം പരിചയപ്പെടാം. USS ക്ലാസ്സിൽ ഇന്ന് നിങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ കുറഞ്ഞ ടൈമിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ചെറിയ ടോപ്പിക് ഏതാണ്? ആ ടോപ്പിക് മക്കൾ കാണുന്നില്ലേ? ഏതാടാ? ലീനിയർ പെയർ, രേഖീയ ജോഡി. ഓക്കെ ആണേ? അപ്പൊ നിങ്ങൾ നോക്കുക, എന്താണ് ലീനിയർ പെയർ? നമുക്ക് പഠിച്ചാലോ? കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിൾ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റും ആണ്. അപ്പൊ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അതങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നോ? ലീനിയർ പെയറിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ഇതാ ഇവിടെ ഈ കാണുന്നത് ഒരു വര കാണുന്നില്ലേ? എല്ലാവരും നോക്കടാ, ഒരു വര കാണുന്നില്ലേ? ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ വരച്ച് വെച്ച ഈ വരയുടെ മുകളിൽ നിന്ന് ഒരു വര കൂടി അങ്ങോട്ട് വരയ്ക്കുന്നു. നോക്കടാ, നോക്ക്, ഇപ്പൊ എത്ര വരയായി? 2 വരയായില്ലേ? ആദ്യം ഒരു വര വരച്ചു വെച്ചു, അതിന്റെ മുകളിൽ നിന്ന് വേറെ ഒരു വര വരച്ചു. അങ്ങനെ നമ്മൾ 2 വര ഉണ്ടാക്കി. ഇങ്ങനെ ഞാൻ ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കുറെ ആംഗിൾ കാണാൻ പറ്റൂലേ? എത്ര ആംഗിൾ കാണാൻ പറ്റുന്നുണ്ട് മക്കളെ? നല്ലതുപോലെ നോക്കിക്കോ, എത്ര എണ്ണം നിങ്ങൾക്ക് കാണാം? ഒന്നിതാ ഈ ഭാഗത്തേക്കും കാണാം, അതേപോലെ ഒന്നിതാ ഇപ്പുറത്തെ ഭാഗത്തേക്കും കണ്ടൂടെ? അങ്ങനെ നമുക്ക് എത്ര ആംഗിൾ കിട്ടി? ഇവിടെ 2 ആംഗിൾ കിട്ടി ഇല്ലേ? 2 ആംഗിൾ ഫോം ആയില്ലേ? അപ്പൊ എന്താ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലുണ്ടാവണേ. ആദ്യം നമ്മൾ ഒരു വര വരയ്ക്കുന്നത്, അതിന്റെ മുകളിൽ നിന്ന് വേറെ ഒരു വര വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ 2 ആംഗിൾ കിട്ടി. ഈ രണ്ടെണ്ണം എന്നുള്ളതല്ലേ നമ്മൾ ജോഡി എന്നല്ലേ പറയാം. അപ്പൊ ഒരു ജോഡി കോണുകൾ അവിടെ വന്നില്ലേ? നമ്മൾ ഒരു വര വരച്ച് പിന്നെ ഒരു വര വരച്ച്, അപ്പൊ ആകെ 2 വര വരച്ചപ്പോ നമുക്ക് ഒരു ജോഡി കോണുകൾ അവിടെ കിട്ടില്ലടാ. എ പെയർ ഓഫ് ആംഗിൾസ് ഫോം ആയില്ലേ? ഈ ഫോം ചെയ്ത ഈ ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് വിളിക്കും. സിമ്പിൾ പരിപാടിയല്ലേ? കണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞൂടെ? ഒന്നുമില്ലടാ, ഒരു വര, അതിന്റെ മുകളിൽ കൂടെ ഇനി ഈ ഭാഗത്തേക്ക് എന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങോട്ട് എന്നെ ചരിച്ച് വരയ്ക്കണമെന്നൊന്നുമില്ലേ. ഞാൻ അതാ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു, 2 വരയാക്കി വരച്ചു. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഫോം ആവുന്ന ഈ 2 ആംഗിളില്ലേ, അതാണ് നമ്മുടെ ലീനിയർ പെയർ. അപ്പൊ ഈ ടോപ്പിക്കിൽ നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കേണ്ടത്? എന്താ? ഇങ്ങനെ വെറുതെ 2 വര വരച്ചാൽ അത് ലീനിയർ പെയർ ആവും. ഓക്കെ, അത് സംഭവിച്ചു, ലീനിയർ പെയർ ആവും. അതിൽ നമുക്ക് എന്താ എക്സാമിന് എന്താ വരിക? അതിലെ കണ്ടന്റ് എന്താ? നമുക്ക് അതിലേക്ക് പോയി നോക്കണ്ടേ? ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാട്ടോ ഈ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ കിട്ടുന്ന ആ 2 കോണുകളെ നമ്മൾ എന്ത് വിളിക്കും? രേഖീയ ജോഡി എന്ന് വിളിക്കും. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ ഫ്രം എ ലൈൻ, ദ 2 ആംഗിൾസ് ഫോംഡ് ആർ കോൾഡ് ലീനിയർ പെയർ. ഇനി അതിന്റെ ആംഗിളിന് എന്താണ് പ്രത്യേകത? എന്താണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക? മക്കളെ നോക്കടാ, എന്താണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക? 2 ആംഗിൾ ഇങ്ങനെ വരച്ച് വെച്ചാൽ, 2 വര ഇങ്ങനെ വരച്ച് വെച്ചിട്ട് അവിടെ 2 ആംഗിൾ കിട്ടൂലേ? ആ ആംഗിളില് ഞാൻ എഴുതുകയാണേ ഒരു കോൺ, അതിൽ ഒരാള് ഞാൻ അവിടെ എഴുതി വെക്കാണ്. ഇതൊരു എത്രയാ അറിയോ? ഇതൊരു 80 ഡിഗ്രി ഉണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് എഴുതി വെച്ചു. എത്ര ഡിഗ്രി ഉണ്ടെന്ന് എഴുതി വെച്ചേ? 80 ഡിഗ്രി, 80 ഡിഗ്രി ഉണ്ട്. ഞാൻ പൊട്ടറൈറ്ററൊക്കെ വെച്ച് അളന്ന് നോക്കിയതാണേ. അപ്പൊ എനിക്ക് മനസ്സിലായി അത് 80 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മക്കളോട് ചോദിക്കുന്നു, ഇവിടെ കാണുന്ന ഈ കോണിനെ കണ്ടോ? ഇപ്പുറത്ത് ഒരാളില്ലേ? അയാൾ എത്ര ഡിഗ്രി ഉണ്ടാവും? ഇതാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഒരെണ്ണം 80 വന്ന്, അപ്പൊ മറ്റേ ചങ്ങാതി എത്ര ഉണ്ടാവും? പറയട്ടെ, എത്ര ഉണ്ടാവും? 100 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? എടാ, ഇത്രേ പോയിന്റ് ഉള്ളൂ. ഞാൻ പറയുന്ന ഈ പോയിന്റ് കേട്ടോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ 2 കോണും കൂടെ കൂട്ടിയാൽ, ആ 2 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര വരണം? 180 ഡിഗ്രി ഉണ്ടാവണം. 180 ഡിഗ്രി, 180 ഡിഗ്രി ഉണ്ടാവും മക്കളെ. ആ രേഖീയ ജോഡിയിലുള്ള 2 കോണും കൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി ഉണ്ടാവും? 180 ഡിഗ്രി ഉണ്ടാവും. എന്നാ നിങ്ങൾ ഇത് പറഞ്ഞു നോക്ക്. ഇതൊന്ന് പറഞ്ഞു നോക്കണേ. ഒരു വര ഒന്നുകൂടെ അങ്ങോട്ട് വരച്ച്, ഇത്തവണ ഞാൻ ഇവിടെ വരച്ചത് ഒരു 70 ഡിഗ്രിയാന്ന് വിചാരിച്ചു. ഞാൻ അവിടെ മാർക്ക് ചെയ്തത് 70 ഡിഗ്രി, 70 ഡിഗ്രിയാണ് മാർക്ക് ചെയ്തത്. അപ്പൊ ദാണ്ടെ ഇവിടെ കിടക്കുന്നത് എത്ര ഉണ്ടാവും? കിട്ടിയില്ലേ? എത്ര ഉണ്ടാവും? ആകെ 180 അല്ലേ? അപ്പൊ 180 ആ 70 അങ്ങോട്ട് കുറച്ചാൽ ബാക്കി കിട്ടൂലടാ. എത്ര കിട്ടും? 110 ഡിഗ്രി അപ്പുറത്തുണ്ടാവും. 110ഉം 70ഉം കൂടെ ചേർത്താൽ ടോട്ടൽ 180 ആയി. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. രേഖീയ ജോഡിയിലെ കോണുകളില്ലടാ, അതിന്റെ തുക എത്ര ഡിഗ്രിയാ വരുന്നത്? 180 ഡിഗ്രി. സം എത്രയാ? 180. സമ്മാണ് 180 ആണ്. ഓരോന്ന് 180 പഠിക്കരുതേ. കൂട്ടിയാൽ 180. അങ്ങനെ കൂട്ടിയാൽ 180, സം എടുത്താൽ 180 ഡിഗ്രി. അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ ഒരു സിംഗിൾ വേർഡ് യൂസ് ചെയ്യും. ഏതാണെന്നറിയോ വാക്ക്? നോക്കിക്കോണേ, ഇതാണ് ആ വേർഡ്. സപ്ലിമെന്ററി അല്ലെങ്കിൽ അനുപൂരകങ്ങൾ എന്ന് പറയും.
ആ വാക്ക് കേട്ടാൽ മനസ്സിലാക്കുക എന്താണ്, ആഡ് ചെയ്താൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും എന്ന് പറയുന്നതിന് പകരം നമ്മൾ സിംഗിൾ ആയിട്ട് പറയുന്ന ഡയലോഗാ, ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി ആംഗിൾസ്, രേഖീയ ജോഡികൾ അനുപൂരകങ്ങളാണ്. അങ്ങനെ പഠിച്ചു വെക്കുക, ഇത് സെന്റൻസ് ആയി തന്നെ പഠിച്ചു വെക്കുക. അതിന് പുറമെ നിങ്ങളെ കൂടെ ഉണ്ടാവണം എന്താണ് ഈ അനുപൂരകങ്ങൾ അഥവാ സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി. അപ്പൊ നോക്കണേ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കണേ, ഇത് നിങ്ങൾ ആൻസർ എത്ര വരെ നോക്കണേ. ഞാൻ ചിത്രം ഒന്ന് തല കുത്തനെ തന്നാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആകും. ഒന്ന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുത്തു, എന്നിട്ട് ഈ കോൺ ഞാൻ മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, രണ്ടെണ്ണം കാണുന്നില്ലേ, രണ്ടെണ്ണം വന്നില്ലേ, രേഖീയ ജോഡി ആയില്ലേ. അതിൽ ഞാൻ താഴെ ഉള്ളത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ ആംഗിൾ ഞാൻ പറയാണ് അതൊരു 120 ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് 120 ഡിഗ്രി ഉണ്ട്, ചുമ്മാ 120 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തുള്ളത് എത്ര ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? ഈ എത്ര ഉണ്ടാവുക ഇപ്പുറത്ത് കിടക്കുന്നത് 60 ഡിഗ്രി ഉണ്ടാവൂലേ? അപ്പോഴല്ലേ രണ്ടും കൂടെ ചേർന്നാൽ 180 വരിക. ഇങ്ങനെ നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. സിമ്പിൾ ടോപ്പിക്, ഒരു സംശയം ഇല്ലാതെ പഠിച്ചു വെച്ചേക്കുക. എന്താണ് ലീനിയർ പെയർ, അതിന്റെ പ്രത്യേകത എന്താണ്, രേഖീയ ജോഡിയും അതിന്റെ പ്രത്യേകതയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതിന്റെ ആൻസർ മക്കളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഈ തരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് ചെയ്തു വെക്കണേ. ഞാൻ വരയ്ക്കുന്നത് ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു, രണ്ടാമത് വരയ്ക്കുന്ന വര ഇങ്ങനെ നേരെ കുത്തനെ അങ്ങോട്ട് വരച്ചു വെക്കുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ എഴുതുകയാണ് ഇത് 90 ഡിഗ്രി ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ മാർക്ക് ചെയ്താൽ 90 ഡിഗ്രി അല്ലേ. ഇനി അല്ലെങ്കിൽ നമുക്ക് അവിടെ എഴുതിയും വെക്കാം 90 ഡിഗ്രി ഉണ്ട് എന്ന് ഞാൻ എഴുതി വെച്ചു. അങ്ങനെ അത് 90 ഡിഗ്രി ഉണ്ടെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇപ്പുറത്തെ ഭാഗത്തുള്ളത് എത്ര ഡിഗ്രി ഉണ്ട് എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പൊ ഓക്കെ മക്കളെ, ബൈ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം കേട്ടോ, ലൈവിൽ കാണാം. അപ്പൊ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. USS മാത്സ് ക്ലാസ് എടുക്കാൻ ഞാനും ഉണ്ടാവും കേട്ടോ ഇനി. അപ്പൊ ഓക്കെ, ബൈ.